ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഒരു ഹമ്മൂസ് റെസിപ്പി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്ന സമയത്ത് കുബൂസിൻ്റെ സൈഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടാണ്. വെള്ള കടല ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഹമ്മൂസ് റെഡിയാക്കുന്ന സമയത്ത് ആദ്യം ഇതിലേക്ക് കുറച്ച് താഹിനി സോസ് റെഡിയാക്കണം. അപ്പോൾ അത് റെഡിമെയ്ഡ് നമ്മൾ ടിന്നിൽ വാങ്ങിയതുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ള എള്ള് അതിട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു എള്ള് നന്നായിട്ട് വറവായിട്ട് നല്ലൊരു മണം വന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ, ഒരു 1-2 ടേബിൾ സ്പൂണ്. നമ്മളിത് അരച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള തഹനി സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഹമ്മൂസിലേക്ക് വേണ്ട മെയിൻ ചേരുവ എന്ന് പറയുന്നത് വെള്ളക്കടലയാണ്. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന വെള്ളക്കടല ഉണ്ടല്ലോ, അതൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്, 100 ഗ്രാം അളവിൽ. അപ്പോൾ ഇതൊരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള, അതായത് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള കടലയാണിത്. പെട്ടെന്നൊക്കെ നമുക്കിങ്ങനെ ഹമ്മൂസ് ഉണ്ടാക്കേണ്ട ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടും, റെഡിമെയ്ഡായിട്ട് വെന്തിട്ടുള്ളത്, കുക്കായിട്ടുള്ളത്. അപ്പോൾ അതാണെങ്കിൽ അതെടുത്താലും മതിയാകും. ഇപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, വലിയ 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച തഹീനി സോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2-2.5 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3/4 ടേബിൾ സ്പൂണൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത്. അപ്പോൾ ആദ്യം ഒന്ന് മിക്സാക്കി നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചാൽ മതിയിട്ട്, ആദ്യമേ ഒരുപാടായി പോകണ്ട. 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പുളി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കുറച്ച് കട്ടിയുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരുപാട് ഉപ്പിടണ്ട കേട്ടോ, നോക്കിയിട്ട് മാത്രം മതി. എന്നിട്ട് ആദ്യം ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ കടലയൊക്കെ ഉണ്ടെങ്കിൽ 2 തവണയൊക്കെ ആയിട്ട് അരക്കേണ്ടി വരും, കാരണം പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ കുറച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഒരു 1-2 പീസ് മതി. ഇപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ 1 ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താലും മതിയാകും. അരയ്ക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ഒരു ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഹമ്മൂസിലേക്ക് നമ്മൾ എടുക്കുന്ന ഒലിവ് ഓയിൽ മൊത്തത്തിൽ ഈ സമയത്ത് തന്നെ അരയ്ക്കുമ്പോൾ തന്നെ ഒഴിക്കേണ്ട, കാരണം നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപൊക്കെ ആയിട്ട് ഒഴിക്കാം. അപ്പോൾ ഇതാ നോക്കുന്ന സമയത്ത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. പിന്നെ ചെറിയ തരിതരിപ്പോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ മതിയാകും. നല്ല സ്മൂത്ത് ആണെങ്കിൽ ഒന്നുകൂടെ അരച്ചെടുത്താൽ മതിയാകും. ഹമ്മൂസ് പിന്നെ നമ്മൾ എപ്പോഴും അരച്ചെടുത്താൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉപയോഗിക്കാം, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നല്ലൊരു ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കുറച്ച് ഒലിവ് ഓയിലൂടെ ഒഴിച്ചിട്ട് എന്നിട്ട് കഴിക്കാൻ ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുന്ന സമയത്ത് കുറച്ച് മുകളിലൂടെ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ, തണുപ്പോട് കൂടിയിട്ട്. എന്നിട്ടിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്നാക്കിയിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഒലീവ്സോ അല്ലെങ്കിൽ കടലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഒരു ഇത്തിരി പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതിയാവും. പാപ്രിക്ക പൗഡർ എന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു പൊടി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അതിലങ്ങ് മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹമ്മൂസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാം. പിന്നെ കുബൂസിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളും ചെയ്ത് നോക്കുന്നവർ തന്നെയായിരിക്കും. എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്